അപ്പൊ സമസ്ത ഇങ്ങനെ ഒരു പത്രസ്ഥാപനമൊക്കെ ആയിട്ട് വളരെ വിപുലമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അസൂയാലിക്കൾ ഉണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാകും, ശത്രുക്കൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. പിന്നെ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞതുപോലെ ശത്രു ഉണ്ടെങ്കിലേ സമസ്തക്ക് അതിന്റെ പ്രവർത്തകർക്ക് ഒരു ആവേശവും അതിലൊരു കൂടുതൽ ഒരു തരംഗം സൃഷ്ടിക്കാൻ സാധിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രസിഡന്റ് തന്നെ നേതൃത്വം കൊടുക്കുന്ന യാത്ര 100 കൊല്ലത്തിനിടയിൽ ഇതിനു മുമ്പ് സമസ്തയുടെ പ്രസിഡന്റ് ഒരു യാത്ര നടത്തിയിട്ടില്ല. ഒക്കെ പോഷക സംഘടനകളൊക്കെ ചെറിയ ചെറിയ യാത്രയൊക്കെ നടത്താറുണ്ടായിരുന്നു. 100ാം വാർഷികം എത്തിയപ്പോൾ സമസ്തയുടെ പ്രസിഡന്റ് തന്നെ നേരിട്ട് നടത്തിയ യാത്ര. ആ യാത്ര പ്രഖ്യാപിച്ചപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ എന്തെല്ലാം വിമർശനങ്ങളും അപവാദങ്ങളുമാണ് നടന്നത്. ആ യാത്ര വിജയിക്കൂല, ആ യാത്രക്ക് ആളുണ്ടാവില്ല, ആ യാത്രയുടെ സ്വീകരണം നമ്മൾ മാറി നിൽക്കും, അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. എന്താ സംഭവിച്ചത്? ഒരു വരണ്ട മുസ്ലിം, ആത്മീയമായ ചൈതന്യമില്ലാത്ത, ഒഴിവുള്ള സമയത്തൊക്കെ നിസ്കരിക്കുന്ന, ഒഴിവുള്ള സമയത്തൊക്കെ നോമ്പ് നോക്കുന്ന, അവന്റെ സൗകര്യത്തിനനുസരിച്ച് മാത്രം ആരാധനാക്രമങ്ങളെ കാണുന്ന, ബാക്കിയൊക്കെ ഭൗതികമായ കാര്യങ്ങളിൽ ഇടപഴകി ജീവിക്കുന്ന ഒരു വരണ്ട മുസ്ലിമിനെ സൃഷ്ടിക്കാൻ സാധിക്കും. ഇത് ശത്രു കണ്ടുപിടിച്ചു. ഇത് ലോകത്തെ മുസ്ലിമിനെ സാംസ്കാരികമായി വിശ്വാസപരമായി നശിപ്പിക്കാൻ കഴിയുന്ന ഒരു എളുപ്പ വഴിയാണെന്ന് ശത്രു കണ്ടുപിടിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഈ ആചാരാനുഷ്ഠാന ക്രമങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അന്ധവിശ്വാസമാണ്, ഇത് അനാചാരമാണ്, ഇത് ഈ സമുദായത്തിലെ ജീർണതയാണ്. അതുകൊണ്ട് ഇതിനൊക്കെ ഒന്ന് പരിഷ്കരിച്ച് ഒരു പുരോഗമന മുസ്ലിം, ഒരു പരിഷ്കൃത മുസ്ലിം സമുദായത്തിൽ നവോത്ഥാനം ഉണ്ടാക്കണം. അങ്ങനെ മുസ്ലിം സമുദായത്തിൽ നവോത്ഥാനം ഉണ്ടാക്കണമെങ്കിൽ നവോത്ഥാന നായകന്മാരെ അവർക്ക് പ്രതിഷ്ഠിക്കണം. അങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് റിള, മുഹമ്മദ് അബ്ദു പോലെയുള്ള ആളുകളുടെ പ്രസിദ്ധീകരണങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി അതിവിടെ വ്യാപകമായിട്ട് എഴുതാനും പ്രചരിപ്പിക്കാനും പ്രസംഗിക്കാനും തുടങ്ങി. ഇതൊക്കെ അന്ധവിശ്വാസമാണ്, അനാചാരമാണ്, ജീർണതയാണ്. ഇതൊന്നും ഇസ്ലാമിൽപ്പെട്ടതല്ല, ഇതിനൊന്നും ദീനിൽ തെളിവില്ല, റസൂലുള്ളാഹിന്റെ കാലത്തില്ല, സ്വഹാബത്തിന്റെ കാലത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടച്ചാക്ഷേപിക്കാൻ തുടങ്ങി. അന്നേ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാര് പറഞ്ഞു, ഇത് ഈ സമുദായത്തെ അപകടത്തിൽപ്പെടുത്തും, ഈ വിശ്വാസികളെ അപകടപ്പെടുത്തും, അവിടെ വിശ്വാസം ദുർബലപ്പെടുത്തും, അവിടെ ആത്മീയമായി ഷണ്ഡീകരിക്കപ്പെടും. ഈ അപകടകരമായ അവസ്ഥയിൽ നിന്ന് സമുദായം രക്ഷപ്പെടണമെങ്കിൽ, ആത്മീയമായ ചൈതന്യത്തോടുകൂടി ജീവിക്കണമെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പ്രാമാണിക പണ്ഡിതന്മാർ അംഗീകരിച്ച് സ്ഥിരീകരിച്ച എല്ലാ ആചാരാനുഷ്ഠാന ക്രമങ്ങളെയും മുറ പോലെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മാതൃകാ മുസ്ലിമായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ഈ സമുദായം അപകടത്തിൽപ്പെടും. അന്ന് പറഞ്ഞത് മൊയ്ലിയന്മാർക്ക് കാശുണ്ടാക്കാനുള്ള പരിപാടിയാണ്. മാലമൗലീദുകളും അദ്ദാദ് റാത്തീബുകളും നിലച്ചുപോയാൽ മൊയ്ലിയന്മാർക്ക് കാശുണ്ടാക്കാൻ പറ്റൂല, അത് അതിനുള്ള തന്ത്രമാണെന്ന് പറഞ്ഞ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായി. ഈ മുഹമ്മദ് അബ്ദുവും റഷീദ് റിളയും ജമാലുദ്ദീൻ അഫ്ഗാനിയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപകടമാണ്, ഈ സമുദായത്തെ വിശ്വാസപരമായി വഴിതെറ്റിക്കുമെന്ന് പറഞ്ഞപ്പോ ഈ മൗലവിമാർക്ക് നവോത്ഥാനം അറിയില്ല, പരിഷ്കാരം അറിയില്ല, നവീകരണം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചു, വിമർശിച്ചു. എന്താ പിൽക്കാലത്ത് സംഭവിച്ചത്? 2002 കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പിളർന്ന് 5-8 കഷ്ണമായിട്ട് തമ്മിലടിക്കാൻ തുടങ്ങി. ഒരു കാലത്ത് സുന്നികൾക്കെതിരെ ആക്ഷേപിച്ചിരുന്ന ഷിർക്ക്, കുഫർ ആരോപണങ്ങൾ ഇപ്പൊ അവർ തമ്മിൽ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിലിടപെടില്ല, അവരങ്ങനെ തല്ലുകൂടി നടക്കട്ടെ. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, 2002 മുജാഹിദ് പ്രസ്ഥാനം പിളർന്ന സമയത്ത് ഗൾഫ് സലഫിസവും കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനവും എന്ന പേരിൽ കേരളത്തിലെ പ്രമുഖനായ മുജാഹിദ് മൗലവി MI മുഹമ്മദ് സുല്ലമി ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചു, മുസ്ലിം സമുദായത്തെ വിശ്വാസപരമായി തകർക്കുന്നതിനു വേണ്ടി, ഷണ്ഡീകരിക്കുന്നതിനു വേണ്ടി പാശ്ചാത്യർ ആസൂത്രണം ചെയ്ത പാശ്ചാത്യൻ ചാരന്മാരായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് റിള, മുഹമ്മദ് അബ്ദു, ഈ 3 പേർ എന്ന് പറഞ്ഞു. സമസ്ത പറഞ്ഞതല്ല, സമസ്ത അന്വേഷണത്തിൽ കണ്ടെത്തിയതല്ല, ഏതെങ്കിലും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞതല്ല. മുസ്ലിം സമുദായത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള
അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും വിഭാടനം ചെയ്തുകൊണ്ട് ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിച്ച് നവോത്ഥാനം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടുവന്ന ആളുകൾ അവർ ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു. ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ മുഴുവൻ ആശയങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇത് അന്ധവിശ്വാസമാണ്, ശിർക്കാണെന്ന് പറഞ്ഞു. അത് ആ ശിർക്കിൽ നിന്ന് സമുദായത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ ഇറക്കുമതി ചെയ്ത 3 പേരാണ് ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് അലി, മുഹമ്മദ് അബ്ദു. ഈ 3 ആളുകളെ കുറിച്ചാണ് മുജാഹിദ് പ്രസ്ഥാനം പടർന്നപ്പോ മുജാഹിദ് പണ്ഡിതൻ തന്നെ പറയുന്നു, മുസ്ലിം സമുദായത്തെ ലിബറലിസത്തിലേക്ക് നയിക്കാൻ, യുക്തിവാദത്തിലേക്ക് നയിക്കാൻ, മതനിഷേധത്തിലേക്ക് നയിക്കാൻ, ആത്മീയമായി തകർക്കാൻ, വിശ്വാസപരമായി തകർക്കാൻ, സാംസ്കാരികമായി അവരെ ഷണ്ഡീകരിക്കാൻ പാശ്ചാത്യർ ഇറക്കുമതി ചെയ്ത ചാരന്മാരായിരുന്നു ഈ 3 പേർ എന്ന് മുജാഹിദ് വിഭാഗം പറയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാരുടെ ദീർഘവീക്ഷണം എത്രമേൽ ശരിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇത് സംഘടനാ വിരോധമല്ല, ഇത് സമുദായത്തിൽ ആർക്കെങ്കിലും അനൈക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. സമുദായം ഒരുമിച്ച് നിൽക്കേണ്ട കാലത്ത് വീണ്ടും വീണ്ടും ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് സംഘടനാ സങ്കുചിത്വം ഉണ്ടാക്കുന്നതല്ല. മുസ്ലിം സമുദായത്തെ വിശ്വാസപരമായി തകർക്കാൻ വേണ്ടി പാശ്ചാത്യർ ആസൂത്രണം ചെയ്ത അജണ്ടകൾ അവരുടെ പുസ്തകങ്ങളെയും പ്രസിദ്ധീകരണങ്ങളെയും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് ഇവരാണ് നമ്മൾക്ക് ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോ ഇത് ഇസ്ലാമല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ട ബാധ്യത നമ്മുടെ പണ്ഡിതന്മാർക്കുണ്ട്. ആ പണ്ഡിത ദൗത്യമാണ് അവർ നിർവഹിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം, 4-5 വർഷം മുമ്പാണ് ലോകത്തുടനീളം പുതിയൊരു സംഘടന പ്രത്യക്ഷപ്പെട്ടു. ISIS, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് അവരുടെ വിളിപ്പേര്. അബൂബക്കർ ബഗ്ദാദിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ എന്ന പേരിൽ ഇങ്ങനെ സംഘടന രംഗത്ത് വന്നു. ഒരു വലിയ നെറ്റ്വർക്കായിരുന്നു. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ രാജ്യങ്ങളിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ എന്ന പേരിൽ ISIS പ്രവർത്തനം തുടങ്ങി. ISISന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താണ്? ഓരോ പ്രദേശങ്ങളിൽ പോയിട്ട് സ്ഫോടനം നടത്തുക, നിരപരാധികൾ കൊല ചെയ്യപ്പെടുന്നു. ഷെയ്ഖ് റിഫായി തങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വലിയ മഹാന്മാരുടെ ദർഗകൾ ബോംബ് വെച്ച് നശിപ്പിക്കുന്നു. എന്തിനാ? ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി. റിഫായി തങ്ങളുടെ മക്ബറ ബോംബ് വെച്ച് തകർത്തിട്ട് അങ്ങനെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക? ലോകത്ത് മക്ബറകൾ തകർക്കുന്ന ആ ഒരു സംസ്കാരം കൊണ്ടുവന്നത് മുഹമ്മദ് അബ്ദുൽ വഹാബാണ്. പക്ഷെ ISISന്റെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അവരുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ഈ മക്ബറകളെ തകർക്കുന്ന ബോംബ് വെച്ച് നശിപ്പിക്കുന്ന രീതിയാണ്. ലോകത്തുടനീളം നിരപരാധികളായിട്ടുള്ള ആളുകൾ ആക്രമിക്കപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ എന്ന പേരിൽ പലയിടങ്ങളിൽ നിന്നും ISISലേക്ക് ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ടിരുന്നു. ആളുകൾ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്നു. ഈ കാസർഗോഡ് ജില്ലയിലെ പടന്നയിൽ നടക്കം ISISലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ കുടുംബസമേതം റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ISISനെ കുറിച്ച് വ്യാപകമായി പഠനങ്ങൾ നടത്തി, അന്വേഷണങ്ങൾ നടക്കാൻ തുടങ്ങി. കാരണം ഇത് ഏതെങ്കിലും പ്രദേശത്തുള്ള കാര്യമല്ല. ഓരോ രാജ്യങ്ങളും അവരുടെ ആഭ്യന്തര സുരക്ഷയെ കണക്കാക്കിക്കൊണ്ട് അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയങ്ങൾ തന്നെ അന്വേഷിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലെ സാമൂഹ്യ നിരീക്ഷകന്മാർ, ചരിത്രാന്വേഷികർ, മാധ്യമപ്രവർത്തകർ, സമൂഹത്തിൽ ഇതുപോലെ രൂപപ്പെടുന്ന പുതിയ പുതിയ മൂവ്മെന്റുകളെ നിരീക്ഷിക്കുന്ന ആളുകളെല്ലാം വ്യാപകമായി അന്വേഷിച്ചു തുടങ്ങി. വ്യാപകമായ അന്വേഷണത്തിനൊടുവിൽ മുസ്ലിം സംഘടനകളല്ല, മുസ്ലിം പണ്ഡിതന്മാരല്ല, സമസ്തയല്ല, വ്യാപകമായ അന്വേഷണത്തിനൊടുവിൽ അന്വേഷിച്ചവരെല്ലാം ഏകകണ്ഠമായി പറഞ്ഞൊരു കാര്യം ISIS എന്ന് പറയുന്ന ഈ ഭീകര സംഘടനക്ക് ആശയപരമായ പ്രചോദനം നൽകുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വഹാബിസമാണ്. സമസ്ത പറഞ്ഞല്ല, ഏതെങ്കിലും മുസ്ലിം സംഘടന പറഞ്ഞല്ല. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ മുഴുവൻ പേരും ഏകകണ്ഠമായി പറഞ്ഞു ഇവർക്ക് ആശയപരമായ പ്രചോദനം നൽകിയത് വഹാബിസമാണ്. ഈ യാഥാർത്ഥ്യം പുറത്തു വന്നപ്പോൾ 160-ലധികം വരുന്ന ലോക
തലത്തിലുള്ള അറിയപ്പെടുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞു, ISIS ഇസ്ലാമല്ല, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്ലാമികമായി ന്യായീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇസ്ലാമുമായി അത് ബന്ധമില്ല, അത് മതവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്, രാജ്യങ്ങളുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഈ വഹാബിസത്തിന്റെ ആശയങ്ങൾ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പ്രകീർത്തിക്കുന്ന ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ കടന്നു വന്നപ്പോഴാണ് ഈ ബിദഅത്തിലേക്ക് മുസ്ലിം സമുദായം പോകരുത് എന്ന് സമസ്ത കേരള ജമിയത്തിനോ പറഞ്ഞത്. നാം തിരിച്ചറിയേണ്ടത്, നമ്മളും ബിദഈ പ്രസ്ഥാനങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഖുതുബയുടെ ഭാഷ അറബിയിലാണോ മലയാളത്തിലാണോ എന്നുള്ള അഭിപ്രായ വ്യത്യാസം, സുബഹിക്ക് കുനൂത്ത് തോന്നണോ വേണ്ടയോ എന്ന അഭിപ്രായ വ്യത്യാസം, നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന വേണോ വേണ്ടയോ എന്ന അഭിപ്രായ വ്യത്യാസം, തവസ്സുൽ ഇസ്തിഗാസ ശിർക്കാണോ തൗഹീദിന്റെ പട്ടികയിലാണോ എന്ന അഭിപ്രായ വ്യത്യാസം, നിസ്കരിക്കുന്ന സമയത്ത് കൈ എവിടെ കെട്ടണമെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം. ഇതൊക്കെ അഭിപ്രായ വ്യത്യാസം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഗൗരവതരമാണ് വിശ്വാസികളെ മാത്രമല്ല നമ്മുടെ നാടിന്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന, അതിനേക്കാൾ അപ്പുറം ഇസ്ലാമോഫോബിയ എന്ന പേരിൽ ലോകത്തുടനീളം മുസ്ലിം വിദ്വേഷ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വ്യാപകമായി മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആളുകൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് തെറ്റിദ്ധരിക്കാൻ അവസരമുണ്ടാക്കുന്ന ഈ അപകടകരമായ ആശയങ്ങൾ അത് ഇസ്ലാമല്ല, ഇസ്ലാമികമല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ട വലിയ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വമാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് നൽകിയത്. ആ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ആ ദൗത്യം നിർവഹിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുക? എത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക? ഈ അപകടകരമായ അവസ്ഥയിലേക്ക് സമുദായം എത്തിപ്പെടാതിരിക്കാൻ വിശ്വാസി സമൂഹത്തിന് കാവൽ നിൽക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഈ അപകടകരമായ ആശയ പ്രചാരണങ്ങളിൽ നിന്ന് അവിടെയൊന്നും വിശ്വാസികൾ പെട്ടുപോകാതെ അവരുടെ ഈമാനും അമലും കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ ദൗത്യമാണ് ഈ പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചത്. അതിനുവേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് ചെറിയ നാളിൽ തന്നെ കുട്ടിക്കാലം മുതലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കുന്നതിനു വേണ്ടി മദ്രസകളിലൂടെ, ദർസുകളിലൂടെ, അറബിക് കോളേജുകളിലൂടെ, വിവിധങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ സംരംഭങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, വിവിധങ്ങളായിട്ടുള്ള പ്രചാരണ പരിപാടികളിലൂടെ നിരന്തരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൗത്യ നിർവഹണത്തിന്റെ വഴിയിലൂടെ ഈ സമുദായം മുന്നോട്ട് പോയതിന്റെ ഗുണഫലമാണ് ഇന്നും അന്തസ്സോടുകൂടി, അഭിമാനത്തോടുകൂടി സമസ്തയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലെല്ലാം മുസ്ലിം സമുദായത്തിന് ഞാനൊരു മുസ്ലിമാണ് എന്ന അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്ന ഐഡന്റിറ്റി ഈ സമുദായത്തിനുണ്ടായത്. കാരണം എന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവന ചെയ്യുന്ന പരിശുദ്ധമായ ആദർശം അതിവിടെ ഒരു മുസ്ലിമിനെയും തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല. അത് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമല്ല. അത് ഈ രാജ്യത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തിന് ദോഷം വരുന്നതല്ല. അത് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ രാജ്യത്തിനോ വ്യത്യസ്തമായ മതസമുദായങ്ങൾക്കോ ആർക്കും ദോഷകരമാകുന്ന രീതിയല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവലംബിക്കാവുന്ന ഏറ്റവും ഫലപ്രദമായ, ഏറ്റവും വിശ്വസ്തമായ സംവിധാനം അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്ന് ഇവിടുത്തെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് വലിയ തോതിലുള്ള അംഗീകാരവും സ്വീകാര്യതയും ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു പുതിയ പദ്ധതി സമസ്ത പ്രഖ്യാപിച്ചു. ആ പദ്ധതി എന്തായിരുന്നു?
സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ഇപ്പോൾ 11,000-ലധികം മദ്രസകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ മദ്രസകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ, അതുപോലെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന മദ്രസകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്കോ മുതിർന്നവർക്കോ സമസ്ത കേരള ജംഇയ്യത്തുലമ വിഭാവനം ചെയ്യുന്ന സംശുദ്ധമായ യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ പഠിക്കാൻ അവസരം ലഭ്യമാകണമെങ്കിൽ ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് സമസ്ത ഇ ലേണിംഗ് എന്ന പേരിൽ ഒരു ഓൺലൈൻ മദ്രസ സംവിധാനത്തിന് തുടക്കം കുറിച്ചു. സമസ്ത ഇ ലേണിംഗ് എന്ന് പറയുന്ന ഓൺലൈൻ മദ്രസ സംവിധാനം. ആ ഓൺലൈൻ മദ്രസ സംവിധാനം ആരംഭിച്ചപ്പോ ഇന്നുവരെ കേരളം കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ ഇന്ത്യ സന്ദർശിക്കാൻ അവസരമില്ലാത്ത, മലയാള ഭാഷ വശമില്ലാത്ത, ഒന്നും അറിയാത്ത, പക്ഷേ ഒന്നറിയാം, നമ്മുടെ നാട്ടിൽ ഈ ലോകത്ത് വിശുദ്ധമായ ഇസ്ലാമിനെ അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ഫലപ്രദമായി മതവിദ്യാഭ്യാസം നേടാൻ, അത് ലഭ്യമാക്കാൻ ഏറ്റവും വിശ്വസ്തമായ കേന്ദ്രം, അത് കേരളത്തിലൊരു മോഡലുണ്ട്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസത്തിന്റെ മോഡൽ എന്ന് തിരിച്ചറിഞ്ഞ ലോകത്തെ മുസ്ലിങ്ങൾ അവർ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സമസ്ത ഇ ലേണിംഗ് എന്ന് പറയുന്ന ഈ മദ്രസ സംവിധാനത്തെ അവലംബമാക്കി. 2 വർഷമായിട്ടേ സമസ്ത ഇ ലേണിംഗ് മദ്രസ സംവിധാനം ആരംഭിച്ചിട്ടുള്ളൂ. 2 വർഷം. ഇന്ന് ലോകത്തെ 32 രാജ്യങ്ങളിൽ, ഞാൻ എണ്ണം പറഞ്ഞ് തെറ്റിയതല്ല, ലോകത്തെ 32 രാജ്യങ്ങളിൽ അവിടെയുള്ള വിദ്യാർത്ഥികളും മുതിർന്നവരും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സമസ്ത ഇ ലേണിംഗ് മദ്രസയെ അവലംബമാക്കി ആ ഓൺലൈൻ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് ലോകാടിസ്ഥാനത്തിൽ ഇത്രയും വലിയ സ്വീകാര്യത കിട്ടാൻ കാരണം എന്താണ്? ലോകാടിസ്ഥാനത്തിൽ ഇത്രയും വലിയ സ്വീകാര്യത കിട്ടാൻ കാരണം എന്താണ്? മതപഠന സംവിധാനങ്ങൾ ലോകത്ത് വേറെ ഇല്ലാത്തതുകൊണ്ടല്ല, മതപഠനത്തിന് വ്യത്യസ്തമായ നൂതനമായ ആശയങ്ങളും പദ്ധതികളും ലോകത്ത് ലഭ്യമാകാത്തതുകൊണ്ടല്ല. പക്ഷെ ലോകത്ത് ഇസ്ലാമിക വിജ്ഞാനീയങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന, പഠിക്കുന്ന ആളുകൾക്കെല്ലാം തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മതവിദ്യാഭ്യാസത്തെ വളരെ ഫലപ്രദമായി, വളരെ ശാസ്ത്രീയമായി കുട്ടികളുടെ മനസ്സും പ്രായവും മനോഗതിയും തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാവിധി അറിവുകൾ കൈമാറ്റം ചെയ്യുന്നിടത്ത് മാത്രമല്ല, തർബിയത്ത് നടത്തുന്നിടത്ത് ഉൾപ്പെടെ അത് ഫലപ്രദമായി നടപ്പിലാക്കി വിജയിപ്പിക്കാൻ സാധിച്ച സംവിധാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഈ മതവിദ്യാഭ്യാസ സംവിധാനം എന്നത് ലോകം അംഗീകരിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ സംഘടനാപരമായ അവകാശവാദമല്ല, ഇത് ലോകാടിസ്ഥാനത്തിൽ ഇന്ന് അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. 32 രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും കോഴിക്കോട് വരുന്ന സമയത്ത് സമസ്തയുടെ ഫ്രാൻസിസ് റോഡിലെ ആസ്ഥാനത്തുള്ള ആ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലെ നിലയിൽ പോയി കഴിഞ്ഞാൽ 24 മണിക്കൂറും, കാരണം ഓരോ രാജ്യങ്ങളിലും അവിടുത്തെ സമയമനുസരിച്ചുകൊണ്ട്, ഒരു രാജ്യത്ത് ഇപ്പോൾ ഇശാമഗ്രിബിന്റെ ഇശാക്ക് ശേഷമാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അർദ്ധരാത്രി ആയിരിക്കും, വേറെ സ്ഥലത്ത് സുബിഹോട് അടുത്തിട്ടുണ്ടാകും, മറ്റൊരു സ്ഥലത്ത് നേരം പുറന്നിട്ടുണ്ടാകും. അപ്പൊ സ്വാഭാവികമായും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അവിടുത്തെ സമയക്രമം അനുസരിച്ച് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇ ലേണിംഗ് മദ്രസ മുഖേന, ഓൺലൈൻ സ്റ്റുഡിയോകൾ മുഖേന നമ്മുടെ മദ്രസാധ്യാപകർ അവർക്ക് അറിയാവുന്ന ഭാഷയിൽ, ആ കുട്ടികൾക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ കോഴിക്കോട്ടെ സമസ്തയുടെ ഇ ലേണിംഗ് മദ്രസയുടെ സ്റ്റുഡിയോയിൽ വെച്ചുകൊണ്ട് ഓൺലൈൻ ക്ലാസ് എടുത്തു കൊടുക്കുന്നത് കാണാൻ പറ്റും. അത്രയും വ്യവസ്ഥാപിതമായ ഒരു സംവിധാനമുള്ള ഒരു മതവിദ്യാഭ്യാസ സംരംഭം വേറെ ഏതാണ് നമ്മുടെ നാട്ടിലുള്ളത്? ഇതിന് ഇത്രയും വലിയ സ്വീകാര്യത കിട്ടാൻ കാരണം എന്താണ്? ദീൻ പറയുന്നിടത്ത്, ദീൻ പഠിപ്പിക്കുന്നിടത്ത്, ദീൻ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നിടത്ത് അതിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആധികാരികമായ ഒരു നേതൃത്വം സമസ്ത കേരള ജംഇയ്യത്തുലമയാണ് എന്ന തിരിച്ചറിവാണ്. ആ പ്രസ്ഥാനത്തിന് 100ാം വാർഷിക ആഘോഷമാണ്. ആഘോഷ കാലയളവിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക, ഈ പ്രസ്ഥാനത്തിന്റെ ഖാദിമീങ്ങളാവുക, ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചക്കും പുരോഗതിക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്യുക,
ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള അധ്വാനിക്കുന്ന സംഘടനാ പ്രവർത്തകരായിട്ട് മാറുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ദീനിനു വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഖിദ്മത്താണ്. 100ാം വാർഷികാഘോഷം പ്രഖ്യാപിച്ചപ്പോൾ ഓരോ പുതിയ പുതിയ പദ്ധതികളുമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുലയുടെ നേതൃത്വം സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചപ്പോ അതിനെ അക്ഷരം പ്രതി ഏറ്റെടുക്കാനും വിജയിപ്പിക്കാനുമാണ് സമുദായം സന്നദ്ധമായത്. സമസ്തയുടെ 100ാം വാർഷികത്തിൽ എത്തുന്നതിന്റെ 10 വർഷം മുമ്പാണ് സമസ്ത ഒരു മുഖപത്രം തുടങ്ങിയത്. 1926 സമസ്ത രൂപീകരിച്ചു. 929 ആയപ്പോഴേക്ക് 26 രൂപീകരിച്ചു, 29 ആയപ്പോഴേക്ക് അൽ ബയാൻ എന്ന പേരിൽ സമസ്ത ഒരു പത്രത്തിന് തുടക്കം കുറിച്ചു. അത് ദിനപത്രമായിരുന്നില്ല, അന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ഒരു പത്രം. അത് അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു, പിന്നീട് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു. ഇടയ്ക്കിടെ അത് നിലച്ചുപോയി, വീണ്ടും തുടങ്ങുന്നു. അതിനുശേഷം വിവിധ വാരികകൾ, മാസികകൾ, വലിയ രീതിയിലുള്ള പ്രസിദ്ധീകരണങ്ങൾ, പുസ്തകങ്ങൾ, പല രീതിയിലും പ്രസാധന രംഗത്ത് സമസ്ത മുന്നോട്ട് വന്നു. അപ്പോഴൊക്കെ പലപ്പോഴും സമസ്തക്ക് സ്വന്തമായ ഒരു ദിനപത്രം വേണമെന്ന് പലരും ആഗ്രഹിച്ചു, പലരും അതിനുവേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചു, ചർച്ചകൾ ധാരാളമായി നടന്നു. പക്ഷെ 2014 എത്തേണ്ടി വന്നു. സമസ്ത സുപ്രഭാതം എന്ന പേരിൽ ഒരു ദിനപത്രം പ്രസിദ്ധീകരിച്ചു. പിന്നെ സമസ്ത പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമാകുമ്പോൾ സമസ്തയുടേതായിട്ടുള്ള ആ ഒരു വലിപ്പത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു വൈപുല്യത്തിലുമായിരിക്കണം പത്രം പ്രസിദ്ധീകരിക്കേണ്ടത്. അപ്പൊ സമസ്ത എന്ത് ചെയ്തു? ഇന്ത്യയുടെ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി ലക്ഷക്കണക്കിന് കോപ്പികളുമായി 6 എഡിഷനോടുകൂടി ഒരൊറ്റ ദിവസം ഒരു പത്രം തുടങ്ങുകയാണ്. ഒരേ ദിവസം 6 എഡിഷനോട് ലക്ഷക്കണക്കിന് കോപ്പികളുമായി ഒരൊറ്റ ദിവസം പത്രം തുടങ്ങി. ഇന്ത്യയുടെ മാധ്യമ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, അതിനുശേഷം ഉണ്ടായിട്ടില്ല. കാരണം 90 വർഷം പ്രായമുള്ളൊരു സംഘടന, ബഹുജനാടിത്തറയുള്ള സംഘടന, ജനങ്ങൾക്കിടയിൽ അംഗീകാരവും സ്വീകാര്യതയുള്ള സംഘടന മാധ്യമ രംഗത്തേക്ക് കടന്നു വന്നപ്പോ അതിൻ്റെതായിട്ടുള്ള ആ ഓജസ്സോടെ തേജസ്സോടു കൂടിയാണ് സമസ്ത കയറി വന്നത്. ഓരോ വർഷവും ക്യാമ്പയിനുകൾ ശക്തിപ്പെടുമ്പോ കോപ്പികൾ കൂടിക്കൂടി വരുന്നു, എഡിഷനുകൾ കൂടിക്കൂടി വരുന്നു, അതിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വിപുലപ്പെടുന്നു, ഗൾഫിൽ അത് വ്യാപിക്കുന്നു, ഡിജിറ്റൽ മീഡിയ രംഗത്ത് വിപുലമായി വളർന്നു വരുന്നു. അങ്ങനെ വലിയൊരു മാധ്യമ സ്ഥാപനമായി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ, ഗൾഫ് രാജ്യങ്ങളിലും സുപ്രഭാതം വളർന്നു പന്തലിച്ചു. 100ാം വാർഷികത്തിന്റെ ഭാഗമായി നമ്മുടെ തൊട്ടടുത്ത് കർണാടകയിൽ മംഗലാപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് സുപ്രഭാതത്തിന്റെ കന്നഡ ഓൺലൈൻ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ വലിയ തോതിലുള്ളൊരു വൈപുല്യം മാധ്യമരംഗത്ത് ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് സമസ്ത മാറി. അപ്പൊ സമസ്ത ഇങ്ങനെ ഒരു പത്രസ്ഥാപനമൊക്കെ ആയിട്ട് വളരെ വിപുലമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അസൂയാലുക്കൾ ഉണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാകും, ശത്രുക്കൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. പിന്നെ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞതുപോലെ ശത്രു ഉണ്ടെങ്കിലേ സമസ്തക്ക് അതിന്റെ പ്രവർത്തകർക്ക് ഒരു ആവേശവും അതിലൊരു കൂടുതൽ ഒരു തരംഗം സൃഷ്ടിക്കാൻ സാധിക്കും. സുപ്രഭാതത്തിന് ഒരു പരിക്കും ആർക്കും ഏൽപ്പിക്കാൻ സാധിച്ചില്ല. വളരെ വിജയകരമായിട്ട് അത് മുന്നോട്ട് പോകുന്നു. 100ാം വാർഷികത്തിന്റെ ഭാഗമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച സമസ്ത ഇ ലേണിംഗ് പദ്ധതി തുടക്കം കുറിച്ചു. 2 വർഷമായപ്പോഴേക്ക് 32 രാജ്യങ്ങളിൽ അത് വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് തന്നെയാണ് SNEC ആരംഭിച്ചത്. 2 വർഷമായിട്ടുള്ളൂ. സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരു വ്യത്യസ്തമായ വിദ്യാഭ്യാസ രീതി. മതവിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ആളുകൾക്ക് മതവിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നതോടൊപ്പം അപ്പോ മതവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾക്ക് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സ്ട്രീം, അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കും. ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആവശ്യമായ മതവിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ട്രീം അതും അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കും 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കുമായിട്ട് 12 സ്ട്രീമുകളായി SNEC 2 വർഷമായി ആരംഭിച്ചിട്ടുള്ളൂ. 50 ബ്രാഞ്ചുകളിലായിട്ട് വ്യവസ്ഥാപിതമായി നടക്കുന്നു. ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചു ദിയാവരത്ത്, ഇവിടെയും ഒരു SNEC കോളേജ് ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തുടക്കം കുറിക്കുക.
അങ്ങനെ വ്യവസ്ഥാപിതമായി അതത് കാലഘട്ടത്തിൽ ആവശ്യമായ വിദ്യാഭ്യാസം എന്താണ് സമുദായത്തിന് നൽകേണ്ടതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ അളവിലും തോതിലും വിദ്യാഭ്യാസ രംഗത്തുള്ള പുതിയ പുതിയ മാറ്റങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട്, എന്നാൽ അടിസ്ഥാനപരമായി വിശ്വാസാദർശങ്ങളെല്ലാം അടിയുറച്ചു നിന്നുകൊണ്ട് ഈ സമുദായത്തിന് ആവശ്യമായ വിദ്യാഭ്യാസ സംവിധാനം നൽകുന്ന ഒരു പുതിയ പരീക്ഷണമാണ് 2 വർഷം കൊണ്ട് വിജയിപ്പിച്ചെടുത്തത് സമസ്തയുടെ നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ SNEC. 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് മറ്റു 15 പദ്ധതികൾ പ്രഖ്യാപിച്ചു സമസ്ത. വിദ്യാഭ്യാസ രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള വ്യത്യസ്തമായ സംരംഭങ്ങൾ, പുതിയ തലമുറയെ മതവിദ്യാഭ്യാസത്തോടൊപ്പം ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസം ലഭ്യമാക്കി നാളെ സമുദായത്തിനും രാജ്യത്തിനും ഗുണകരമാകുന്ന രീതിയിൽ ഈ സമുദായത്തിലെ പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ ആവശ്യമായ 15 പദ്ധതികൾ 100ാം വാർഷികത്തിന്റെ പ്രൊജക്റ്റായിട്ട് സമസ്ത പ്രഖ്യാപിച്ചു. എന്നിട്ട് സമുദായത്തോട് പറഞ്ഞു, ഈ പദ്ധതിയൊക്കെ നടപ്പാക്കണമെങ്കിൽ നിങ്ങൾ പണം തരണം. അതിനുവേണ്ടി തഹിയ എന്ന പേരിൽ ഒരു ഫണ്ട് ശേഖരണം പ്രഖ്യാപിച്ചു. ആ ഫണ്ട് ശേഖരണം പ്രഖ്യാപിച്ചപ്പോ ആ തഹിയെ പരാജയപ്പെടുത്താൻ കുറെ ആളുകൾ രംഗത്ത് വന്നു. പരാജയപ്പെടുത്താൻ വന്നപ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രവർത്തകർക്ക് ആവേശം വന്നു. അങ്ങനെയാണ് നമ്മുടെ പ്രവർത്തകർ രീതി. നമ്മുടെ ഉസ്താദുമാര് പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ഉസ്താദുമാരൊക്കെ പ്രതീക്ഷ എന്താണ്? സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് പ്രോജക്റ്റ് പ്രഖ്യാപിക്കണം, അതിനൊരു ഫണ്ട് ശേഖരണവും പ്രഖ്യാപിക്കണം, കിട്ടുന്ന കാശ് വാങ്ങി വെക്കാം, ബാക്കിയൊക്കെ സമ്മേളനം കഴിഞ്ഞിട്ട് ഓരോ പദ്ധതിയിലേക്ക് അതിന് സഹായിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ നമുക്ക് കണ്ടെത്തി അങ്ങനെ മെല്ലെ മെല്ലെ ഓരോ പദ്ധതികളും തുടക്കം കുറിക്കാം. ഇതായിരുന്നു ഉസ്താദുമാരുടെ ധാരണ. പക്ഷെ പദ്ധതി പ്രഖ്യാപിച്ചു സമുദായത്തോട് പറഞ്ഞപ്പോ 1.5 മാസം കൊണ്ട് 46 കോടിയിലധികം രൂപ സമാഹരിച്ചു എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു മതസംഘടനയാവട്ടെ, രാഷ്ട്രീയ പാർട്ടിയാവട്ടെ, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവരാവട്ടെ 46 കോടിയിലധികം രൂപ സ്വരൂപിച്ച ഒരു ക്രൗഡ് ഫണ്ടിങ് ഇന്നുവരെ കേരളത്തിൽ നടന്നിട്ടില്ല. അത്രയും വലിയ രീതിയിലുള്ള സ്വീകാര്യത, അംഗീകാരം ഈ പ്രസ്ഥാനത്ത് നേടിയെടുക്കാൻ സാധിച്ചു. അതിനുശേഷം ഈ 100ാം വാർഷികത്തിന്റെ വിളംബരവുമായി ആദരണീയനായ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തമിഴ്നാട്ടിലെ നാഗർകോവിൽ വെച്ച് തുടങ്ങി. നമ്മുടെ മംഗലാപുരത്തെ അഡ്യാപുരം കണ്ണൂർ എന്ന പേര് തോന്നുന്നു, അഡ്യാർ കണ്ണൂർ, അവിടെ സമാപിച്ച ശതാബ്ദി സന്ദേശ യാത്ര, സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രസിഡന്റ് തന്നെ നേതൃത്വം കൊടുക്കുന്ന യാത്ര. 100 കൊല്ലത്തിനിടയിൽ ഇതിനു മുമ്പ് സമസ്തയുടെ പ്രസിഡന്റ് ഒരു യാത്ര നടത്തിയിട്ടില്ല. ഒക്കെ പോഷക സംഘടനകളൊക്കെ ചെറിയ ചെറിയ യാത്രയൊക്കെ നടത്താറുണ്ടായിരുന്നു. 100ാം വാർഷികം എത്തിയപ്പോൾ സമസ്തയുടെ പ്രസിഡന്റ് തന്നെ നേരിട്ട് നടത്തുന്ന യാത്ര. ആ യാത്ര പ്രഖ്യാപിച്ചപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ എന്തെല്ലാം വിമർശനങ്ങളും അപവാദങ്ങളുമാണ് നടന്നത്. ആ യാത്ര വിജയിക്കൂല, ആ യാത്രക്ക് ആളുണ്ടാവില്ല, ആ യാത്രയുടെ സ്വീകരണം നമ്മൾ മാറി നിൽക്കും, അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. എന്താ സംഭവിച്ചത്? നമ്മളൊക്കെ ഒരുപാട് വാഹനജാഥയായിട്ട് പോയതാണ്. തെക്കൻ കേരളത്തിൽ ഈ കോട്ടയം, പത്തനംതിട്ട ജില്ലയിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര വലിയ വാഹനജാഥ സന്ദേശയാത്രയായിട്ട് ചെന്നാലും പരമാവധി ഒരു 50 ആളുണ്ടാവും. അവിടുത്തെ ഒരു സ്വഭാവം അതാണ്, അവിടുത്തെ ഒരു രീതി അതാണ്. അവിടെ സംഘടനാ പ്രവർത്തനം പൊതുവെ കുറവാണ്, മുസ്ലിം ജനസംഖ്യയും കുറവാണ്. പിന്നെ ഇത്തരം കാര്യങ്ങളൊന്നും വലിയ താല്പര്യരായിട്ടുള്ള ആളുകളല്ല, ഉള്ള ആളുകൾ തന്നെ. അപ്പോ നമ്മുടെ സന്ദേശയാത്രയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പലരും അഭിപ്രായം പറഞ്ഞു, ഇത് സമസ്ത പ്രസിഡന്റ് നയിക്കുന്ന യാത്രയാണ്, എല്ലാവരും ശ്രദ്ധിക്കുന്ന യാത്രയാണ്, എല്ലാ മാധ്യമങ്ങളും പൂർണ്ണമായി ഈ യാത്രയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ കോട്ടയം, പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിലൊന്നും ആ യാത്ര പോവേണ്ട, നമുക്ക് തിരുവനന്തപുരം കഴിഞ്ഞാൽ, കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നേരെ ആലപ്പുഴ വന്ന് പിന്നെ എറണാകുളം വന്ന് അങ്ങനെ ഇതേപോലെ ചെറിയ ചെറിയ ജില്ലകളൊക്കെ ഒഴിവാക്കാം എന്ന് പറഞ്ഞു. നമ്മുടെ ഉസ്താദുമാര് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് സമസ്തയല്ലേ, അതൊക്കെ അള്ളാഹു വിജയിപ്പിക്കും. ആ യാത്ര തുടങ്ങി. ഓരോ ജില്ലകൾ പിന്നിട്ട് ഓരോ സ്വീകരണ കേന്ദ്രങ്ങൾ കടന്നു ചെല്ലുമ്പോഴും ഓരോ പോയിന്റുകളിലും ആയിരക്കണക്കിന് ആളുകൾ വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് യാത്രയിൽ കണ്ടത്. ഒരു ഗംഭീരമായ ജനങ്ങളെ
പിടിച്ചുലച്ചുകൊണ്ട് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് വിളംബരം ചെയ്യുന്ന ഒരു ശതാബ്ദി സന്ദേശയാത്ര ഗംഭീരമായി സമാപിച്ചു. അതിനുശേഷം ഈ ഇടവേളകളിൽ നമ്മുടെ നാടൊട്ടുക്കും വ്യാപകമായ പ്രചാരണ പരിപാടികളും സന്ദേശങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത 4 മുതൽ 8 വരെ എന്നാണൊക്കെ നോട്ടീസ് അടിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞിടത്തോളം ഈ ജനുവരി 31 മുതൽ കുനിയ സജീവമാകാൻ പോവുകയാണ്. ഈ ജനുവരി 31 മുതൽ അവിടെ എക്സിബിഷനും മറ്റു പല പരിപാടികളും ആരംഭിക്കാൻ പോവുകയാണ്. ദീർഘമായ 8-10 ദിവസം സമസ്ത കേരള ജംഇയ്യത്തുലമയുടെയും പോഷക സംഘടനകളുടെയും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പെരുന്നാൾ ആഘോഷമാണ്. കാരണം ഇത് അള്ളാഹു നൽകുന്ന വലിയൊരു തൗഫീഖാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറയുന്ന ഒരു മഹത്തായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ 100ാം വാർഷികാഘോഷം, ആ 100ാം വാർഷികാഘോഷ കാലയളവിൽ നമുക്ക് ജീവിക്കാനും നമുക്ക് അതിന്റെ ഭാഗമാകാനും തൗഫീഖ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നൽകുന്ന വലിയൊരു നിഅമത്താണ്. തൗഫീഖ് ഇല്ലാത്തവരുണ്ട് കൂട്ടത്തിൽ. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി. ഇനി ആ സമ്മേളനം വിജയിക്കുന്നത് വരെ നമ്മുടെ ആദരണീയരായ നേതാക്കളുടെ, ഉസ്താദുമാരുടെ, സാദാത്തുക്കളുടെ ഒക്കെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിന്റെ സന്ദേശങ്ങൾ നമ്മുടെ എല്ലാ വീടുകളിലും, ചെറിയവരും വലിയവരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവർക്കിടയിലും ഈ മഹത്തായ സന്ദേശം കൈമാറി ആ സമ്മേളനം വൻ വിജയകരമാക്കുക. ആ സമ്മേളനാനന്തരവും സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചലിക്കുന്ന മഹല്ലുകൾ, മദ്രസകൾ, ദീനി സ്ഥാപനങ്ങൾ, നമ്മുടെ കുടുംബാന്തരീക്ഷം, നമ്മുടെ വ്യക്തിജീവിതം ഉൾപ്പെടെ ആ ദീനി ചൈതന്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ രീതിയിലേക്കാണ് ഈ 100ാം വാർഷികാഘോഷം സമാപിക്കേണ്ടത്. അതിന് ഇവിടെ ഇന്ന് റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമിന്റെയും മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിലാണ് ഈ വിപുലമായ പ്രചാരണ പരിപാടി നിങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചത്. ഈ റേഞ്ച് പരിധിയിൽപ്പെട്ട മുഴുവൻ വീടുകളിലും, അത് മുസ്ലിം വീട് മാത്രമല്ല, എല്ലാ വീടുകളിലും അവർക്കെല്ലാം നൽകുന്ന സന്ദേശമാണ് സമസ്തയുടെ സന്ദേശം. സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിം എങ്ങനെ മാതൃകായോഗ്യനായി ജീവിക്കണമെന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ. ആ അർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഈ സന്ദേശം എല്ലാവർക്കിടയിലും എത്തിച്ചുകൊണ്ട് അത് വിജയിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസർഗോഡ് ജില്ലാ SKSFന്റെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന 18-19 തീയതികളിൽ നമ്മുടെ SKSFന്റെ അഭിനന്ദനായ പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന യാത്ര, എന്താ വിജയാരവം അല്ലേ, ആ യാത്ര 2 ദിവസങ്ങളിലായിട്ട് കാസർഗോഡ് ജില്ലയിൽ പര്യടനം നടത്തുകയാണ്. 2 ദിവസം ബഹുമാനപ്പെട്ട തങ്ങൾ ആ പ്രചാരണത്തിനു വേണ്ടി നീക്കിവെച്ച് മുഴുവൻ സമയവും കാസർഗോഡ് ജില്ലയിലെ ഈ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതിന്റെ 2ാം ദിവസത്തെ സമാപനം മഞ്ചേശ്വരം മേഖലയിലെ മച്ചമ്പാടി എന്ന് പറയുന്ന പ്രദേശത്താണ്. ആ സമാപന സമ്മേളനത്തിലും യാത്രയുടെ മറ്റു സ്വീകരണ പരിപാടികളിലും, അതിൽ മാത്രമല്ല 100ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ശബ്ദം എവിടെ കേട്ടാലും നമ്മളത് വിജയിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട് നമ്മളെ കൊണ്ടാകുന്ന വിധം അതിനെ പിന്തുണക്കാനും സഹകരിക്കാനും മുന്നോട്ട് വരണം. നല്ല നിയത്തോടുകൂടി ഇറങ്ങിത്തിരിച്ചാൽ ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും നല്ല ഒരു ഇബാദത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെ മനോഹരമായ ഒരു പ്രചാരണ പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ ഭാരവാഹികൾ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.